ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തായിരുന്നു. അപ്പം അതിനകത്ത് ഉള്ളൊരു മെയിൻ പ്രശ്നം കുറച്ച് പേര് പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ നമുക്ക് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അതിനകത്തോട് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിനകത്ത് പോവാം. അറിയത്തില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജസ്റ്റ് കേരളം നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഏത് സ്റ്റേറ്റാണോ അതൊന്ന് സെർച്ച് ചെയ്യാം. കാരണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ട് മുമ്പിലത്തെ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം ഇത് വന്നതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ അതേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി തന്നെ 3-4 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ DL നമ്പർ, നമുക്ക് ഓൾറെഡി ലൈസൻസ് ഉള്ളതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഞാനിവിടെ ഓൾറെഡി തന്നെ ഒരു ഇമേജിൽ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇതേപോലെ ആയിരിക്കും. നമ്പർ 62 എന്ന് പറഞ്ഞ് 62 ഒരു നമ്പറാണ്. ഞാൻ വെറും സാമ്പിളിന് വേണ്ടി വെച്ചാൽ 62 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സ്ഥലത്താണോ നമ്മുടെ RTO ഓഫീസ് അതിൻ്റെ നമ്പറാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് പിന്നെ അടുത്ത് വരുന്നത്. 3252 ഞാൻ വെറും സാമ്പിൾ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ 3252 പിന്നെ ഏത് വർഷമാണെന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പഴയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ, DL നമ്പർ ഇങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷേ അത് നമുക്കൊരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമുക്കെല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ രീതിയിൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ KL ഏത് സ്റ്റേറ്റാണോ വരുന്നത് അതിന് നമുക്ക് KL എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്പർ കണ്ടോ, 62 58 38 നമ്മുടെ ഏതാണോ RTO ഓഫീസിൻ്റെ നമ്പർ വരുന്നത് ആ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് വർഷമാണോ, അപ്പം ഞാനിവിടെ ഓരോരുത്തർ 2012, അപ്പോൾ ഞാനിത് 2015 ആക്കി കൊടുത്തു. ഓക്കെ, അപ്പം KL 62 2015. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് 32 52 എന്നാണ് നമ്മുടെ നമ്പർ വരുന്നത്. ഓക്കെ, ലൈസൻസിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് മുമ്പിൽ നമ്മളൊരു 3 0 കൂടെ ആഡ് ചെയ്യണം. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 നമ്പറാണ് അവിടെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ 3 0 കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ നമുക്ക് ഇവിടെ നിങ്ങൾ ആ നമ്പർ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ആദ്യം നമ്മൾ KL ഏതാണോ നിങ്ങളുടെ RTO ഓഫീസിൻ്റെ ഇത് വരുന്നത് അതിവിടെ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏതാണോ നമ്മുടെ വർഷം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 0 ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ലൈസൻസ് നമ്പർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എൻ്റർ ക്യാപ്ച കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഞാൻ അതിന് കറക്റ്റായിട്ടുള്ള മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോയ്ക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിനും വരെ ഓക്കെ, ബൈ, താങ്ക്സ്.